വിഷ്ണു തലവൂർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് വൈകുന്നേരം സീതാറാം യെച്ചൂരിയുടെ ഭൗതികദേഹം എയിംസിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള നിമിഷങ്ങൾ ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ, ഒരുപക്ഷെ ഒരു രാജ്യത്തെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പോലും അവസാന നിമിഷങ്ങൾ ഇങ്ങനെ നമ്മൾ ഈ അടുത്തൊന്നും കണ്ടില്ല. അല്പം വൈകാരികമായി തന്നെയാണ് ഇടത് രാഷ്ട്രീയത്തിൻ്റെ നായകനെ ഇന്ന് രാജ്യം യാത്രയാക്കിയത് എന്ന് പറയാമോ? ലാൽ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. സമീപകാല ഇന്ത്യ ഇതുവരെ കാണാത്ത തരത്തിലൊരു വൈകാരികമായ യാത്രയയപ്പ് തന്നെയാണ് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് ലഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ദില്ലിയിൽ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരും അണികളും അതോടൊപ്പം തന്നെ സാധാരണക്കാരുമെല്ലാം അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ കാണാനായിട്ട് AKG സെൻറ്ററിലേക്ക്, AKG ഭവനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ രാവിലെ 10:15 കൂടിയാണ് സീതാറാം യെച്ചൂരിയുടെ വസന്ത് കുഞ്ചിലെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ നിന്നും മൃതശരീരം AKG ഭവനിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന ഈ മൃതശരീരം ഏറ്റുവാങ്ങി തുടർന്ന് പൊതുദർശന ചടങ്ങുകളിലേക്ക് കടക്കുകയായിരുന്നു. നിരവധി ആളുകൾ, അതും ദേശീയ രാഷ്ട്രീയത്തിലെ ഒട്ടനവധി ആളുകൾ, സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ, അഖിലേഷ് യാദവ്, ശരത് പവാർ, ഇത്തരത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളും രാഷ്ട്രീയ ഭേദമന്യേ AKG ഭവനിലേക്ക് എത്തി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടിരുന്നു. അത്തരത്തിൽ എല്ലാ ആളുകൾക്കിടയിലും വലിയ ബഹുമാനം ഉണ്ടായിരുന്ന ഒരു തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ ഓർമ്മയായിരിക്കുന്നത്. ഇന്ന് അത്തരത്തോളം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പോലും യെച്ചൂരിക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ, റഷ്യൻ അംബാസഡർ, ചൈനീസ് അംബാസഡർ, ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ തന്നെ യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി AKG ഭവനിലേക്ക് ഇന്ന് എത്തിയിരുന്നു. ഇന്നത്തെ പൊതുദർശനം അവസാനിച്ചത് 3:15 കൂടിയാണ്. അതിനുശേഷമാണ് യെച്ചൂരിയുടെ മൃതശരീരം വിലാപയാത്രയായി ദില്ലി എയിംസിലേക്ക് കൊണ്ടുപോയത്. പാർട്ടിയുടെ പഴയ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന 14 അശോക റോഡ് വരെ വിലാപയാത്രയെ എല്ലാ നേതാക്കളും അണികൾ എല്ലാവരും മുദ്രാവാക്യ വിളികളോടുകൂടി അനുഗമിക്കുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഈ ഒരു മൃതശരീരം ഏറ്റുവാങ്ങി ദില്ലി എയിംസിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ദില്ലി എയിംസിൽ 4:20 കൂടി എത്തുകയും യെച്ചൂരിയുടെ തന്നെ ആഗ്രഹപ്രകാരം കുടുംബാംഗങ്ങളും പാർട്ടിക്കാരും ചേർന്ന് ദില്ലി എയിംസിൽ പഠനത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരം കൈമാറിയിട്ടുണ്ട്. ലാൽ, യെസ് വിഷ്ണു, അതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്.